വന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്തമായ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഏറെ ശ്രദ്ധിക്കാറുണ്ട്. ആ വിഷയങ്ങളെല്ലാം നിങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവുമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, ഇന്ന് പൊതുവെ മനുഷ്യർ വളരെ മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ വല്ലാതെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോലെയും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ വളർച്ചാ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെയെല്ലാം വല്ലാതെ മാതാപിതാക്കളെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഹോസ്പിറ്റലൊക്കെ വരുന്ന കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമിലിയുടെ ഇഷ്യൂസ് ആയിട്ടാണ് അവർ വരുന്നത്. കപ്പിൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇല്ലോസുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുട്ടികളുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടും കുട്ടികളുടെ രക്ഷകർത്തൃത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാരണമാകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു കേസ് വന്നത് ഒരു 10 വയസ്സുള്ള കുട്ടിയെ വളർത്തുന്ന അപ്പനും അമ്മയാണ്. അപ്പം ഇവർ വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അമ്മയുടെ മൊബൈൽ ഫോൺ നോക്കിയിട്ട് അപ്പനോട് വന്ന് പറഞ്ഞിരിക്കുവാണ്, അമ്മ വേറെ ആർക്കണ്ടൊക്കെയോ മെസ്സേജുകൾ അയക്കുന്നുണ്ട്, അമ്മ ഇളയ കുട്ടിയുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, അപ്പൊ കുട്ടിയെ നോക്കുന്നില്ല. ആ കുട്ടിക്ക് ഒരു 5 വയസ്സാകുന്നു, കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ട്. അപ്പൊ ആ കുട്ടിയെ നോക്കാത്തതിന്റെ കാരണം അമ്മ മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുവാണ് എന്നാണ്. അപ്പൊ ഈ കുഞ്ഞ് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഈ ഹസ്ബൻഡ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത്. അപ്പൊ ബ്ലെയിം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇളയ കുട്ടിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഇന്റർവെൻഷൻ പാക്കേജ്, അതായത് ഒരു സ്പീച്ച് തെറപ്പിക്ക് വിടുമായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്ന് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിലാണ് വരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായത് കുട്ടികൾ, ഈ 2 കുട്ടികളെയും വളർത്താനായിട്ട് ഉള്ള ആ ഫാമിലിയുടെ ഒരു ഡിസ്ട്രെസ് പതുക്കെ ഭർത്താവിനെയും ഭാര്യയെയും ബാധിച്ചിരിക്കുന്നു. ഇപ്പൊ കുട്ടികൾക്ക് വളരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവര് തമ്മിലുള്ള ഇന്ററാക്റ്റീവ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ കുട്ടികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ ഫാമിലിയിൽ ഇഷ്യൂസ് കൂടുന്നുണ്ട്. എന്ന് വെച്ച് കുട്ടികളെ കാണണ്ട അല്ലെങ്കിൽ കുട്ടികൾക്കൊരു ഫോക്കസിങ് കൊടുക്കേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, അമിതമായ ഫോക്കസിങ്. ഇപ്പൊ കുട്ടികൾ ഒരു കാര്യം പറഞ്ഞു, അത് മുതിർന്നവർ അതിൻ്റെതായിട്ടുള്ള ഒരു ലോജിക്കൽ റീസണിങ്ങിൽ എടുക്കണം, എന്തുകൊണ്ടാണ് കുട്ടി പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ പലപ്പോഴും ഫാമിലിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികള് നമ്മൾ ജനനം മുതൽ ഓരോ കാലഘട്ടങ്ങളിലും എങ്ങനെയുള്ള വളർച്ച, മാനസികമായിട്ടുള്ള അവരുടെ വളർച്ച ഘട്ടങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും നമ്മളൊരു 5 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഒരു കാലഘട്ടത്തിലെ വളർച്ചയൊരു ഗ്ലോബൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സെൻസറി മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സെൻസേഷൻസ് അല്ലേ. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ആദ്യം കുഞ്ഞ് ഈ ലോകവുമായിട്ട് സംവേദനം ചെയ്യുന്നത്. അപ്പോൾ കാഴ്ചയുണ്ട്, അതിൻ്റെ അകത്ത് കേൾവിയുണ്ട്, സ്പർശനമുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഗന്ധം എടുക്കുന്നതുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കുഞ്ഞ് വളരേണ്ടത്. അപ്പം ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഈ ഒരു കാര്യങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഇപ്പം നമ്മൾ പറയാം കാണുന്ന കാഴ്ച, അവനതിനെ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ആ കുട്ടിയുടെ ഒരു ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിഫക്റ്റ് ആണ്. അല്ലെങ്കിൽ കേൾക്കുന്നു പക്ഷെ പ്രതികരിക്കുന്നില്ല, അത് ഡിഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ അതിനെ സ്പർശിച്ചു കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞ് അതനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു ഡിലേ ആണ്. അപ്പം ഇതിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു 0 to 6 months കുഞ്ഞ് ജനിച്ചൊരു 6 months വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ശബ്ദങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരമല്ല, കുഞ്ഞിൻ്റെ ആ ഒരു നമ്മൾ പറയുന്ന ഫോക്കസിങ് അങ്ങോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്കൊരു നമ്മൾ പറയുന്ന അപ്രോച്ച് വാംത്ത്നെസ് കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ബോഡിയിൽ ഒരു മൂവ്മെന്റ്സ് വരേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ചികിത്സ കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ളതാണ്. അത് തന്നെ. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാലഘട്ടമാണ് 1 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മോട്ടോർ മൂവ്മെന്റ്സ് ആണ്. അതായത് കുട്ടികളുടെ
ഈ തലയ്ക്ക് നമ്മുടെ ഹെഡ് കൺട്രോൾ എന്ന് പറയും. അപ്പോൾ അത് കിട്ടണം. കുട്ടികളുടെ കൈ കാലുകൾ അവർക്ക് യഥേഷ്ടം ചലിപ്പിക്കാനുള്ള ഒരു കാര്യം ഉണ്ടാവണം. അപ്പോൾ ഈ കാര്യങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം അതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ഇപ്പൊ ഫാമിലിയിലെ സാഹചര്യങ്ങൾ, ഇപ്പൊ കൂടെ ഉള്ളവർ, അവരുടെ കൂടെ ആയിരിക്കുന്ന ആളുകൾ, ഇതൊക്കെ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ്. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള നമ്മൾ പറയും എക്സ്പോഷർ എന്ന് പറയും. അപ്പോൾ അത് കണ്ടും കേട്ടും വ്യവഹരിച്ചും പഠിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ കുറയുമ്പോൾ ആ കുട്ടികൾക്ക് എക്സ്പോഷർ ഇല്ലാത്തതിൻ്റെ പേര് കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ പറയുന്ന ആ ഒരു റിസോഴ്സസ് ഉണ്ട്. പക്ഷേ ആ റിസോഴ്സസിനെ അവർക്ക് പ്രതിഫലിക്കാനുള്ള അല്ലെങ്കിൽ അവർക്കതിനെ ഒരു പ്രവർത്തന രംഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ആസ്പെക്റ്റുകൾ ഇല്ലാതെ പോകുന്നു. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും എനിക്ക് ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ, പ്രത്യേകിച്ച് ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിലുള്ള വളർച്ചാ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരാറുണ്ട് നമ്മുടെ അടുക്കൽ. കുട്ടികൾ സംസാരത്തിൽ കുറവാണ്, ഇന്ററാക്ട് ചെയ്യുന്നില്ല, ഒരു ഐ കോണ്ടാക്ട് വരുന്നില്ല, അല്ലെങ്കിൽ വിളിച്ചാലും മിണ്ടുന്നില്ല, മറ്റു കുട്ടികളുടെ അടുക്കൽ വന്നു കഴിയുമ്പോൾ മിങ്കിൾ ആവുന്നില്ല, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടുമുള്ള ഒരു ഡ്യൂ റെസ്പെക്ട് എന്ന് വെച്ചാൽ അവരോടുള്ള റെസ്പോൺസ് വരുന്നില്ല, ഒരു സ്നേഹം ഇല്ലാത്തൊരു രീതി വരുന്നു, ഒരു സ്മൈലിംഗ്, നമ്മൾ പറയുന്ന ഒരു സോഷ്യൽ സ്മൈൽ ആസ്പെക്ട്സ് എന്നൊക്കെ പറയും. അപ്പോൾ അത് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ജോലി സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പുറത്തു പോയിരിക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു സുസ്ഥിതി ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാക്കാനും ഫാമിലിയെ നല്ല രീതിയിലൊരു വളർത്താനും വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരാൾക്ക് ഡ്യൂട്ടി ഉണ്ട്, അച്ഛനോ അമ്മയോ അല്ല ഒരാൾ മാത്രമേ കുട്ടിയുടെ കൂടെ ഉണ്ടാവുള്ളൂ. അവർക്കും അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ബർഡൻ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ നീഡിനനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. ഇപ്പോൾ കുഞ്ഞിന്റെ ഫാദറോ മദറോ ആണ് ജോലിക്ക് പോകുന്നത്, കുഞ്ഞിനുള്ള ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, അതാ വേണ്ട രീതിയിലൊന്ന് ഫീഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു മുറിക്കുള്ളിൽ കുറെ ക്രിയേറ്റീവായിട്ടുള്ള കളിക്കോപ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ആ കുട്ടിയെ അവർക്ക് വളർത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ കുട്ടിയുടെ എക്സ്പോഷർ കുറഞ്ഞു പോകുന്നുണ്ട്, ഇത് കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്, അത് കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുന്ന ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും ടീച്ചർ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടം നമുക്ക് അവിടെ കാണാൻ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഉപദേശം എന്നല്ല, അവർക്ക് കൊടുക്കാൻ എന്താ പറയാ അവരുടെ അടുത്ത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇതിനൊന്ന്. നമ്മൾ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ വഴിയായിട്ടും ഒത്തിരിയേറെ ഇൻഫോർമേഷൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് അമിതമായ ചില ഇൻഫോർമേഷൻസ് കുട്ടികളുടെ വളർച്ചയെ കുറിച്ച് കിട്ടുന്നുണ്ട്. അതായത് കുട്ടി ഇങ്ങനെ ആയിരിക്കണം, അതായത് കുട്ടി ഈ ഒരു രീതിയിൽ വളർന്നു വരേണ്ടതായിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പെക്റ്റേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഈ ഇൻഫർമേഷനാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവരെ കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ കമ്പാരിസൺ വരുമ്പോഴും മാതാപിതാക്കൾക്ക് അമിതമായിട്ടുള്ളൊരു ഉത്കണ്ഠ വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചില കേസുകളിൽ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കുട്ടിയുടെ അമ്മ വന്നിട്ട് പറയാറുണ്ട്, സിസ്റ്ററെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ചേട്ടനനിയന്മാരുടെ മക്കള് ഈ ഒരു പ്രായത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അമ്മ പറഞ്ഞും മറ്റുള്ളവർ മുതിർന്നവർ പറഞ്ഞും ഞാൻ അറിഞ്ഞു. പക്ഷെ എൻ്റെ കൊച്ചിങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഞാൻ ഈ കൊച്ചിനെ ഒത്തിരി ഫോഴ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ ആ ഡെഫിസിറ്റ്സുകൾ ഞാൻ മറച്ചു വെച്ചാണ് പലപ്പോഴും പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ കുട്ടി സംസാരിച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ കുട്ടി എന്തൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ കുട്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും. അപ്പൊ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മറച്ചു വെച്ചാണ് എൻ്റെ കുഞ്ഞ് ഇപ്പൊ ഈ ഒരു സമയമായിട്ടും വേണ്ട രീതിയിൽ സംസാരം തുടങ്ങാതിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതുവരെയും വേറൊരു പ്രൊഫഷണൽ കാരണം കൊണ്ട് പുറത്ത് അറിയിക്കാതെ കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കണം, അമിതമായ ഇൻഫോർമേഷൻ, നമ്മൾ പറയുന്ന ഒരു ജങ്ക് ഇൻഫോർമേഷൻസും നല്ലതല്ല. നമ്മുടെ കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് മാതാപിതാക്കൾക്ക് ഒരു ടൈം ഉണ്ടായിരിക്കണം, സ്പേസ് ഉണ്ടായിരിക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നത്, മാതാപിതാക്കൾ തമ്മിൽ കുട്ടിയുടെ കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തരുത്. ഇപ്പൊ ചിലപ്പോൾ ചില
പിതാക്കന്മാർ അല്ലെങ്കിൽ കൊച്ചിൻ്റെ അച്ഛൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവൾക്ക് വേറെ ജോലി, അതായത് അമ്മയെക്കുറിച്ച് പറയണം, ഇവൾക്ക് വേറെ ജോലിയൊന്നുമില്ല, കൊച്ചിനെ നോക്കി ഇവിടെ നിന്നാ പോരെ. അപ്പൊ ഈ കൊച്ചിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കൊച്ച് കണ്ണിൽ കണ്ണിൽ നോക്കുന്നില്ല, നെയിം കോളിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇവളുടെ പ്രശ്നമാണ്. ഓക്കെ, ചിലപ്പോൾ അമ്മമാര് കുറ്റപ്പെടുത്തും, കൊച്ചിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത് കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് വേണ്ട രീതിയിൽ ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ അമിതമായിട്ടുള്ള ഇൻഫോർമേഷൻ വന്നതിന് ശേഷം നമ്മളൊരു സെൽഫ് ചെക്കിങ് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തോ, എൻ്റെ കൊച്ചിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പം അതും വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് അമിതമായിട്ട് പ്രതീക്ഷിക്കരുത്, കുട്ടികളുടെ വളർച്ചയിൽ അമിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്, കമ്പയർ ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്നത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു മെഡിക്കൽ കപ്പാസിറ്റി കാര്യങ്ങൾ, ആരോഗ്യ വ്യവസ്ഥതയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റേജിലും ഏതൊക്കെ വളർച്ചകളുണ്ട്. പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ ഞാൻ ചോദിക്കണം എന്ന് കരുതിയ ഒരു ചോദ്യമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 3 കുട്ടികളുള്ള ഒരു വീട്ടില് അതിൽ രണ്ടാമതുണ്ടായ കുട്ടീൻസാണ്. അപ്പൊ അതിലൊരാള് വളരെ എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ്സ് ഒക്കെ വളരെ കുറഞ്ഞ ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയുടെ ആ ഒരു പ്രശ്നം മറ്റു 2 കുട്ടികളെയും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ കുട്ടിയെ നമുക്ക് ഇവരെ പോലെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അത് വളരെ മാനസികമായിട്ടും കുട്ടികളെ വളരെയധികം ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കേസ് ഞാൻ കേട്ടിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയാണ് മറ്റുള്ള കുട്ടികൾക്കൊപ്പം ഇവരെ കൊണ്ടുപോകാൻ സാധിക്കുക? തീർച്ചയായിട്ടും അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെയുള്ള ചില കേസുകൾ നമ്മൾക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എൽഡർ കുഞ്ഞ് 6 വയസ്സ് കഴിഞ്ഞു, കുട്ടി ഓട്ടിസ്റ്റിക് ആണ്, ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വന്ന കുട്ടികൾ ഇതേപോലെ സെയിം ഒരു ട്വിൻസ് ആണ്. പക്ഷേ ഇവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സമയത്ത് അവർക്ക് വേണ്ട ഒരു സമയം കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റ് ഡിലേ വന്നു. അപ്പം നമ്മളിത് അസസ് ചെയ്യും. ഇപ്പം നമുക്കൊരു ഗ്ലോബൽ ഡെവലപ്മെൻറ്റിൻ്റെ അസസ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. ആ കുട്ടിക്ക് ഇന്ന സമയത്തൊരു മോട്ടോർ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സെൻസറി ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടോ, ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾക്ക് റിസോഴ്സസ് ഉണ്ട്, പക്ഷേ അവരെ ശ്രദ്ധിക്കാതെ പോയത് മൂലവും, അല്ലെങ്കിൽ ആ മുതിർന്ന കുട്ടിയോട് പെരുമാറുന്നത് പോലെ തന്നെ ഈ കുഞ്ഞിനോട് പെരുമാറുന്നത് മൂലവും കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് ഡെഫിസിറ്റ് വന്നു. അപ്പൊ അങ്ങനെ ഒരു ഡെഫിസിറ്റ് വരികയും അതോടൊപ്പം തന്നെ ഈ മുതിർന്ന കുട്ടിയുടെ കാര്യങ്ങളാണ് നമ്മൾ വൈക്കാരിയസ് ലേണിംഗ് എന്ന് പറയും. കുട്ടികൾ എപ്പോഴും പഠിക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ നോക്കിയും കണ്ടുമാണ് പഠിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക്, ഈ 2 ട്വിൻസിന് ഇതേപോലെയുള്ളൊരു കാര്യം നോക്കിക്കണ്ട് വളരാനായിട്ട് പറ്റുന്നില്ല. കാരണം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡിന്റെ നമുക്കറിയാം, അവർക്ക് അവരുടേതായിട്ടുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് വന്നിരിക്കുന്നു. സ്പീച്ച് കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഇന്ററാക്റ്റീവ് സ്റ്റൈലിന് പ്രശ്നങ്ങളുണ്ട്, പ്ലേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ അടുത്ത കുട്ടികളെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു പ്രൊഫഷണലിന്റെ ഒരു സപ്പോർട്ട്, സഹായം നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ വീട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ആ ഒരു വീട്ടിലെ സമ്മർദ്ദത്തിന്റെ ഇടയിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് സ്പോണ്ടേനിയസ് ആയിട്ട് മാതാപിതാക്കൾക്ക് വരണമെന്നില്ല, മറ്റുള്ളവർക്ക് വരണമെന്നില്ല. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ആശാ വർക്കേഴ്സ് പോലെയുള്ളവര് അതിൻ്റെ ഒരു ഗ്രൗണ്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബേസിക് റൂട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഓരോ വീടുകളിലും അന്വേഷിക്കുന്നുണ്ട്. കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അവരുടെ വളർച്ചയെ അവര് ഒരു പെരിഫറലായിട്ടാണെങ്കിലും ഒരു ഫസ്റ്റ് ഹാൻഡ് അസസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മുതിർന്ന കുട്ടി അങ്ങനെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദമുണ്ട്. അപ്പോൾ ആ ഒരു മാതാപിതാക്കൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടുകയാണ്. നിങ്ങളുടെ കുട്ടിയെ ഇതേപോലെ ഒന്ന് നോക്കാനുണ്ട്, അല്ലെ കുട്ടിയുടെ ഇന്ന വളർച്ചകളെ നോക്കണമെങ്കിൽ അത് നിങ്ങളിപ്പോൾ ഒരു അംഗനവാടി സിസ്റ്റം അല്ലെങ്കിൽ ഒരു KG സിസ്റ്റത്തിലേക്കൊക്കെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൂടുതൽ എക്സ്പോഷർ കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. മുതിർന്ന കുട്ടിയും ഈ 2 കുട്ടികളും അല്ലെ ഇളയ കുട്ടിയും തമ്മിൽ ഇന്ന വ്യത്യാസമുണ്ടെന്നുള്ളത് നമ്മൾ പറയേണ്ട ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ കോൺവെർസേഷനിലേക്ക് വരാനായിട്ട്
നമ്മുടെ മാതാപിതാക്കൾ, ഫാമിലി മെമ്പേഴ്സ് ഒന്ന് തയ്യാറാവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആരൊക്കെയാണ് സമീപിക്കേണ്ടത്? അതെ അതെ. ഒരുപാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുകൾ ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇതിൽ ആരാണ് ശരി, ആരെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതൊരു സംശയം തന്നെയാണ്. പലപ്പോഴും എനിക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ചില കുട്ടികളെയൊക്കെ നമുക്ക് ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളെ കിട്ടുകയാണ്. അപ്പം അവരുടെ സ്പീച്ച് കറക്റ്റ് ആയിട്ടില്ല, അതായത് സംസാര രീതി കറക്റ്റ് ആയിട്ടില്ല, സ്ലാങ് ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിൽ വരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്റർ റിലേറ്റീവ് പ്ലേ വന്നിട്ടില്ല, പിയർ ഗ്രൂപ്പിനെ അവരെ സ്വാധീനിക്കുന്ന ശൈലിയിൽ മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇതിനു മുൻപേ എവിടെയെങ്കിലും നിങ്ങൾ സമീപിച്ചിരുന്നു? അപ്പോഴാണ് അവർ പറയുന്നത്, വലിയ രീതിയിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിരുന്ന ചില സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി, പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ കിട്ടാതെ പോയി. അപ്പോൾ ഈ സമൂഹത്തില് കുറച്ചെങ്കിലും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഹൈലി അഡ്വർടൈസ്മെന്റുകൾ കൊടുത്തുകൊണ്ട് അതെ അതെ. വേണ്ട രീതിയിലുള്ള ഇന്റർവെൻഷൻ കൊടുക്കാതെയും പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് നിയോനേറ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. നിയോനേറ്റൽ പീഡിയാട്രീഷ്യനാണ് അതിന് ഡീല് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് കുട്ടിയിൽ ഉണ്ടാകുന്ന കുട്ടിയുടെ ഫിസിയോളജിക്കൽ അനാട്ടമിക്കൽ സിസ്റ്റത്തെയാണ് അത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കണ്ടുപിടിക്കാം. പിന്നീട് നമുക്കറിയാം ഈ കുട്ടികൾക്ക് ഒരു 3 to 4 months ആകുമ്പോഴത്തേക്കൊക്കെ കമന്ന് വീഴാനുള്ളൊരു കാര്യം. ഇപ്പൊ അപ് ടു 5 months വരെയൊക്കെ ഓക്കെയാണ്. എത്രയാണ് ഇവരുടെ ഒരു വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത്? എത്രയാണെന്ന് കൂടി നമ്മൾ സാധാരണ പറയും ഒരു 6 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ ക്രൂഷ്യലാണ്. കാരണം അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ലാംഗ്വേജ് അതായത് സംസാരത്തിലുണ്ടാവുന്ന ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ബുദ്ധിശക്തി അതെല്ലാം ബാധിക്കുന്നുണ്ട്, സാമൂഹിക ബന്ധങ്ങളുടെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനൊരു ചാർട്ടുണ്ട്. പലപ്പോഴും പല ഹോസ്പിറ്റലുകളിലും അത് ഡിസ്പ്ലേ ചെയ്തിരിക്കും. എന്നാലും ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ അതിൽ നിന്ന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അവിടെ ഒത്തിരി പാനിക് ആവേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല. അപ്പോൾ ഒരു പീഡിയാട്രീഷ്യൻ, നിയോനേറ്റൽ പീഡിയാട്രീഷ്യൻ കഴിയുമ്പോഴത്തേക്കും ഒരു സാധാരണ ഒരു ജനറൽ പീഡിയാട്രീഷ്യന് നമ്മുടെ കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് വരുന്നുണ്ടോ. ഇപ്പൊ ഇതുമല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മറ്റു ഫങ്ഷണൽ ബേസിസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റുകളെയൊക്കെ കാണാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ അവർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങളെ നോക്കും. അവിടെ നിന്ന് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിരിക്കാം, ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആയിരിക്കാം, അങ്ങനെ അവർക്കൊന്ന് മാർക്ക് ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. കൃത്യമായ ഒരാളുടെ അടുത്ത് ചെന്ന് പെടുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം വളരെ ബുദ്ധിമുട്ടേറുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഡെവലപ്മെന്റ് ഡിലേ നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പീഡിയാട്രീഷ്യനെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ആ ഒരു അസസ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നിന്ന് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത്രയേറെ ശാസ്ത്രം നൂതനമായി, നമ്മുടെ ആരോഗ്യ മേഖല നൂതനമായി, അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യ മേഖല വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഡിലേ ചെയ്ത് അവരുടെ ഒരു പേഴ്സണാലിറ്റി ഇതായി പോവരുത്. അപ്പോൾ തീർച്ചയായിട്ടും മുൻപേ അറിയുക, മുൻപേ കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. നമ്മൾ പറയുന്ന ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാനും സ്വാധീനിക്കാനും സാധിക്കട്ടെ. അവർക്ക് വേണ്ടുന്ന നന്മ നമ്മളിലൂടെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ.
അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.